അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് 2026 ഏപ്രിൽ മാസം 3-ാം തീയതി നടത്തിയ ജുമാ ഖുതുബ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നതിൻ്റെ പ്രാധാന്യം. സകല ലോകങ്ങളുടെയും രക്ഷിതാവും സൃഷ്ടികൾക്ക് ക്രമവും ജീവനും നൽകിയവനുമായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. ആശയക്കുഴപ്പവും അരാജകത്വവും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരാത്മാർത്ഥ വിശ്വാസിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ പോരാട്ടം തൻ്റെ നെഫ്സിനോടുള്ള പോരാട്ടമാണ്. നെഫ്സിൻ്റെ രീതി എന്ന് പറയുന്നത് അഹങ്കാരം, ദുഷ്പ്രവണതകൾ. നെഫ്സ് നമ്മളെ എപ്പോഴും ഞാനെന്ന ഭാവത്തിലേക്ക്, അഹങ്കാരത്തിലേക്ക് അവനെ തെളിക്കുന്നു. അതുപോലെ ദുഷ്പ്രവണതകൾ, ദുഷിച്ച കാര്യങ്ങൾ ചെയ്യുവാൻ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യനെ എപ്പോഴും അവൻ്റെ നെഫ്സ് പ്രേരിപ്പിക്കുന്നു. വിശ്വാസിയും അവിശ്വാസിയും ഒന്നും ഭേദമില്ല. ഇതിനെതിരെയുള്ള പോരാട്ടമാണെന്ന് ഓർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ നെഫ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ ഇച്ഛകൾ നമ്മളോട് ഞാനെന്ന ഭാവം കാണിക്കുവാനും അതുപോലെ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും അവൻ നമ്മെ പ്രേരിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമിരിക്കും. ഇതിനെതിരെയുള്ള പോരാട്ടമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ള പോരാട്ടമെന്ന് പറയുന്നത്. അപ്പോൾ കാരണം ഈ നെഫ്സ് മനുഷ്യനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരു മനുഷ്യനെ ഈ നെഫ്സ് എങ്ങനെയാണ് അകറ്റുന്നത്? ഒരു കുടുംബത്തിൽ കഴിയുന്ന ഒരു വ്യക്തി, ആ കുടുംബത്തിൽ കുറേ അംഗങ്ങളുണ്ടാവും. അവരോടൊക്കെ ഏറ്റവും വിനയത്തോടു കൂടി അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വളരെ വിനയത്തോടെ
സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട വ്യക്തിയെ അഹങ്കാരത്തോടെയും ഞാനാണ് എല്ലാം എന്ന നിലയിൽ അവനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കാതെ വരികയും ചെയ്യുന്നു. ഒരാൾക്ക് തൻ്റെ ഭാര്യയോടുള്ള ഉത്തരവാദിത്വം, ഒരാൾക്ക് തൻ്റെ ഭർത്താവിനോടുള്ള ഉത്തരവാദിത്വം, അതുപോലെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളോടുള്ള ഉത്തരവാദിത്വം, മക്കൾക്ക് തങ്ങളുടെ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം, ഇതൊക്കെ ശരിക്കും അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് നിറവേറ്റുവാൻ അവന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ ഇച്ഛകൾ. അതവനെ അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിപ്പിക്കുവാൻ സഹായിക്കുന്നില്ല. അവനെ മോശമായ കാര്യങ്ങൾ പറയുവാനും ചെയ്യുവാനും പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ പോരാട്ടം. ഇതിനെ കീഴ്പ്പെടുത്തി നന്മയായ കാര്യങ്ങൾ ചെയ്യുവാനും വിനയാന്വിതനായി തീരുവാനും നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് പോരാട്ടം. ഇത് സംബന്ധമായി ഒരു യുദ്ധയാത്ര കഴിഞ്ഞ് മടങ്ങിയപ്പോൾ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാം ചെറിയ ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിലേക്കാണ് മടങ്ങിയിരിക്കുന്നത്. അപ്പോൾ യുദ്ധം എന്നത് വലിയ ജിഹാദായാണ് തൻ്റെ അനുചരന്മാർ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ യുദ്ധം കഴിഞ്ഞ് മടക്കയാത്രയിൽ പ്രവാചകൻ അവരോട് പറഞ്ഞത്, നാം ഒരു ചെറിയ ജിഹാദിൽ നിന്ന്, ജിഹാദ് എന്ന് പറഞ്ഞാൽ ധർമ്മസമരമാണ് അതിൻ്റെ മലയാളം പറഞ്ഞാൽ, ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അത്യുത്കൃഷ്ടമായ ആഗ്രഹത്തോടെയുള്ള പോരാട്ടത്തിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. അത് നിസ്സാരമായിട്ട് സ്ഥാപിക്കാവുന്ന കാര്യമല്ല. അത്യുത്സാഹത്തോടെ ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അചഞ്ചലമായ പോരാട്ടം, അങ്ങനെ ഉള്ള പോരാട്ടത്തിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇവിടെ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ഒരു ചെറിയ പോരാട്ടത്തിൽ നിന്നും, ചെറിയ ജിഹാദിൽ നിന്നും വലിയ ജിഹാദിലേക്കാണ് നമ്മൾ മടങ്ങിയിരിക്കുന്നത്. അതായത് സ്വന്തം നഫ്സിനോടും മനുഷ്യനെ ഫിത്നയിലേക്കും അരാജകത്വത്തിലേക്കും നയിക്കുന്ന ആഗ്രഹങ്ങളോടും എതിരെയുള്ള പോരാട്ടമാണ് വലിയ ജിഹാദ്. അപ്പോൾ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, അവരെ അരാജകത്വത്തിലേക്ക്, അവരുടെ പ്രയാസത്തിലേക്ക് നയിക്കുന്ന ആഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ് മനുഷ്യൻ. അവനെല്ലാം ഈ ലോകത്തിലുള്ള സുഖങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള അത്യധ്വാനത്തിലാണ്. അങ്ങനെ അവൻ്റെ ആ പ്രയത്നങ്ങളൊക്കെ അവനെ ഫിത്നയിലേക്കും അരാജകത്വത്തിലേക്കുമാണ് നയിക്കുന്നത്. ഈ നയിക്കുന്ന ആഗ്രഹങ്ങൾക്ക് എതിരെയുള്ള പോരാട്ടമാണ് വലിയ ജിഹാദ്. അപ്പോൾ മനുഷ്യനുള്ളിടത്തോളം കാലം, ഈ നഫ്സ് ഉള്ളിടത്തോളം കാലം, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായുള്ള പ്രേരണകൾ, ആഗ്രഹങ്ങൾ, അഹംഭാവങ്ങൾ, മോശമായ വാക്കുകൾ, മോശമായ പ്രവർത്തനങ്ങൾ പറയുവാനും പ്രവർത്തിക്കുവാനും നമ്മെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നഫ്സ് അമ്മാറത്ത് ബിസ്സൂ, മോശമായ കാര്യങ്ങൾ കൽപ്പിക്കുന്ന ഒരു നഫ്സ് നമ്മളിലുണ്ട് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. അവൻ നമ്മെ മോശമായ കാര്യങ്ങൾ ചെയ്യുവാൻ കൽപ്പിച്ചു കൊണ്ടിരിക്കും. നമ്മൾ മനഃപൂർവ്വമായി ജാഗ്രതയോടുകൂടി മോശമായ കാര്യങ്ങൾ ഞാൻ ചെയ്യുകയില്ല, മോശമായ കാര്യങ്ങൾ ഞാൻ പറയുകയില്ല, ഞാൻ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളും, എന്നിൽ അഹംഭാവം എന്നത് ഉണ്ടാവുകയില്ല, അഹംഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ലാഹുവിലേക്ക് തിരിയും എന്നുള്ള ബോധ്യം സദാസമയവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വലിയ ജിഹാദിനെ നമുക്ക്
നേരിടുവാൻ പറ്റുകയുള്ളൂ. ഈ വലിയ ജിഹാദ് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമുണ്ട്. ആ നഫ്സിനെ അവൻ അമ്മാറത്തും ബിസ്സൂ, മോശമായ കൽപ്പനകൾ പുറപ്പെടുവിക്കുന്ന ഈ ആത്മാവിനെ വരുതിയിൽ വരുത്തി നന്മയായ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പോരാട്ടം ഓരോ വ്യക്തിയും നടത്തേണ്ടതാണ്. ഞാൻ ഈ ലോകത്തിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അഖിലത്തോടും ഏറ്റവും ഉത്തമമായ നിലയിൽ, ഏറ്റവും വിനയപൂർണമായ നിലയിൽ, അവർക്ക് നന്മയുണ്ടാകുന്ന നിലയിൽ മാത്രമേ വിനയത്തോടെ പ്രവർത്തിക്കുകയുള്ളൂ എന്നും അഹംഭാവത്തോടെ അഹങ്കാരത്തോടെയുള്ള ഒരു വാക്കും ഒരു പ്രവൃത്തിയും എന്നിൽ നിന്നുണ്ടാകുന്നതല്ല എന്നും ഈ ബോധ്യം ഓരോ വ്യക്തിയിലും സദാ നിഴലിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് അപ്രകാരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല അവൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് കാണിച്ചു തന്ന ഈ പരമമായ സത്യം, ആത്മാവിനെ നമ്മൾ കാണുന്നില്ല, അവൻ നമ്മിലുണ്ട്, അവൻ നമ്മെ ഇത് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ ആത്മാവ് തന്നെ നിങ്ങൾ ഇതിനെ നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്യുന്നത് നന്മയായിരിക്കും, നല്ല വാക്കുകളായിരിക്കും, നല്ല പ്രവർത്തനങ്ങളായിരിക്കും. അങ്ങനെ നിങ്ങൾ മറ്റൊരു അള്ളാഹുവിൻ്റെ പ്രത്യേക ദാസനായി മാറുന്നതാണ്. ഈ വഴിയിൽ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഈ ധർമ്മസമരം, ഈ പോരാട്ടം നാം ഓരോരുത്തരും നടത്തേണ്ടതാണ്. അതിനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.